മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 68-ാം സങ്കീർത്തനം 19-ാം തിരുവാക്യം. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തകനായ ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവപരിപാലന ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഏത് സാഹചര്യത്തിലും നമ്മെ സൂക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിരാശകള്, ദുഃഖങ്ങള്, സങ്കടങ്ങള്, നൊമ്പരങ്ങള്, പരാതികളെല്ലാം വിട്ടുമാറി വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും കരുത്തുള്ളവരായി, ബലമുള്ളവരായി തീരും. ഒരു സാഹചര്യവും കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല എന്ന് സഹോദര സഹോദരി നീ വിശ്വസിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും, നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സകല നൊമ്പരങ്ങളെയും കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. മഹത്വത്തിൻ സാന്നിധ്യമായി പതിനായിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ നിറഞ്ഞൊഴുകുന്ന സമയം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് കരമടിച്ച് നമ്മൾ പാടി ആരാധിക്കുകയാണ്. സൗഖ്യങ്ങളും അത്ഭുതങ്ങളും വെളിപ്പെടുന്ന സമയം സ്വർഗം നൽകുന്ന ഈ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ഹൃദയം തുറന്ന് ആനന്ദത്തോടെ പാടി ആരാധിക്കും. ആരും വിഷമിച്ചു ദുഃഖിച്ചു, ഓ എനിക്കിത് സംഭവിച്ചല്ലോ, ഈ ദുരിതമുണ്ടായല്ലോ എന്നോർത്ത് ആകുലപ്പെടാതെ എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ഹല്ലേലൂയ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ശക്തിയോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പതിനായിരങ്ങളിൽ പ്രവർത്തിക്കണമേ. പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. വിശ്വാസ ജീവിതത്തിൽ ആയിരങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശു മതി, ആ
ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുവേ, ഇരുവശങ്ങളിൽ കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒന്ന് മൂവ് ചെയ്ത് ശക്തിയോട് എല്ലാം മറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങള്, മാനസാന്തരങ്ങള്, വിടുതലുകള്, രോഗശാന്തികള് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിത്യജീവൻ മതി എനിക്ക്. ജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നമ്മുടെ ജീവന്റെ നാഥനായ കർത്താവിന്റെ സന്നിധിയിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി യേശുനാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ വിശ്വാസം ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. അനുഗ്രഹത്തിന്റെ നദിയായി, കൃപയുടെ നദിയായി, രോഗശാന്തികളുടെ നദിയായി, മഹത്വത്തിന്റെ നദിയായി, വചന നദിയായി പതിനായിരങ്ങളിലേക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ കണ്ണീര് കണ്ട് ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തകർച്ചകൾ ഉയർച്ചകളാകട്ടെ, അസാധ്യതകൾ സാധ്യതകളാകട്ടെ, പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകട്ടെ, സകല ദുഃഖങ്ങളും ആനന്ദമായി തീരട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്. കർത്താവേ, കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, വിശ്വാസത്തിൻ്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക, വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. ഈ സന്ദേശത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവ് തരുന്ന ഓരോ വചനവും അഭിഷേകമായി മാറുവാനുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് കൊളോസസിലെ സഭയോട് പറഞ്ഞു, 2-ാം അധ്യായം 7-ാം തിരുവചനം, അവനിൽ വേരുറപ്പിക്കപ്പെട്ടു, പണിതുയർത്തപ്പെട്ടു, നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഘളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുകയും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു. കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും ദൃഢതയുള്ളവരാകണം, കരുത്തുള്ളവരാകണം. ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം തിരുവാക്യം, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ ഈ വചനത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രണയിച്ച പുരുഷനെ കിട്ടുവാൻ
പ്രണയിച്ച സ്ത്രീയെ കിട്ടുവാൻ, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ലോകം തരുന്ന ഉന്നമനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ മടിയില്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് മറ്റെന്തിനേക്കാളും ഇന്ന് ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമാണ്. വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധർക്ക് ആവശ്യമായിരിക്കുന്നത് സകല ശക്തിയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ്. എന്തൊക്കെ സംഭവിച്ചാലും, അത് തകർച്ചകളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, പരാജയങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, നമ്മൾ എന്തുമാത്രം ഞെരുക്കുന്ന വേദനകളാകട്ടെ, ഇതിൻ്റെ നടുവിലും കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ആഴമുള്ളവരാകുവാനുള്ള ഒരു തീരുമാനമാണ് നമുക്ക് വേണ്ടത്. പത്രോസ്ലീഹ താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വചനത്തിൽ വിശ്വാസികളോട് സ്ലീഹ പറയുകയാണ്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതത്രയും പവർഫുള്ളാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസ യാത്രയിലാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ പല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വേദനകളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ അപ്പോസ്തലൻ പറയാണ്, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു വിശ്വാസം, അതാണ് ക്രിസ്തീയ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ ദൃഢതയിലേക്കാണ് കർത്താവ് നമ്മെ എല്ലാം വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിശോധനകളും വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളൊക്കെ കർത്താവ് അനുവദിക്കുന്നത്. നമ്മൾ നശിച്ചു പോകാനല്ല, ഈ ദുരിതത്തിൽ അകപ്പെട്ട് നമ്മൾ തകർന്നു പോകാനല്ല, ഇതിൻ്റെ നടുവിൽ നമ്മുടെ വിശ്വാസത്തെ പണിയുവാൻ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന്, ദൃഢത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മുടെ വിശ്വാസം പല വിധത്തിലും പരിശോധിക്കപ്പെടുമ്പോഴാണ് നമുക്കതിൽ ദൃഢത ലഭിക്കുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. 65 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. തൻ്റെ ആത്മീയ ശുശ്രൂഷ എന്തുമാത്രം പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ അദ്ദേഹം നേരിട്ടു. എന്നാൽ ഇതിൻ്റെ നടുവിൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം താൻ സുവിശേഷ വേല ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ പൊന്നോമന പൈതലെ സാമുവേൽ മരിച്ചുപോയി. താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ തൻ്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന ആ കൊച്ചുമുറിയിൽ ചെന്ന് തന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ആ ദൈവഭക്തൻ ആർത്തുപാടി, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ തന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവിനെ നോക്കിക്കൊണ്ട് ആ കർത്തൃദാസൻ പാടുകയാണ്, കർത്താവേ, കർത്താവേ, എനിക്കിതിൽ പരിഭവമില്ല. എൻ്റെ കുഞ്ഞിന്റെ വേർപാടിൽ
എനിക്ക് പരാതികളില്ല. ഞാനൊരു സത്യം മനസ്സിലാക്കുന്നു, കർത്താവേ, നീ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഏറ്റുപാടുകയാണ്, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഈ ദൈവഭക്തൻ ഇത് പാടിയത് 5 കോടി രൂപയുടെ കടബാധ്യത മാറിയപ്പോഴല്ല, ക്യാൻസർ സുഖപ്പെട്ടപ്പോഴല്ല, എന്റെ മകന് വിസ കിട്ടി അമേരിക്കയിൽ ചെന്നപ്പോഴല്ല, തന്റെ കഷ്ടതയുടെ നടുവിൽ, തന്റെ കണ്ണുനീരിന്റെ നടുവിൽ കർത്താവിനെ പഴി പറയാതെ, തന്റെ വിശ്വാസത്തെ വിട്ടുകളയാതെ എന്തൊരു ധീരതയോടാണ് അദ്ദേഹം വിശ്വാസ സാക്ഷ്യം നൽകിയത്. ഇതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ മക്കളെ, നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നു, ദൃഢത ലഭിക്കുന്നു. ഈ ദൃഢതയാണ് കർത്താവ് നമ്മിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം വചനം, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. നമ്മുടെ അകത്തേക്ക് തുളച്ചു കയറേണ്ട വചനമാണിത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഞാൻ ഈ പദം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ ദമ്പതിമാർക്ക് 3 ആൺമക്കളെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ 3 ആൺകുഞ്ഞുങ്ങളുടെ പ്രത്യേകത, ഇവർ ഹൈപ്പറായിട്ടുള്ള കുട്ടികളാണ്. ഒരു നിമിഷം പോലും അവര് ഒതുങ്ങിയിരിക്കത്തില്ല. വളരെ പിരിപിരിപ്പുള്ള, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ബഹളം വെച്ച് കാറി കൂവി, എന്തുമാത്രം അസ്വസ്ഥതയാണ് ആ കുഞ്ഞുങ്ങളിലൂടെ അവിടെ സംഭവിക്കുന്നത്. ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇവര് വിശുദ്ധരാണല്ലോ, എങ്ങനെയാ ഇവർ ഈ കുഞ്ഞുങ്ങളെ സഹിക്കുന്നത്? കാരണം നമുക്ക് പോലും ഒരുപാട് വേദന വരുന്ന വിധത്തിലെ ഈ കുഞ്ഞുങ്ങൾ അവിടെ പെരുമാറുന്നത്. ഒന്നും അനുസരിക്കുന്നില്ല, പലതും നശിപ്പിക്കുന്നു, പലതും തകർക്കുന്നു, ബഹളം വയ്ക്കുന്നു, കാറുന്നു, വീട് വിട്ട് ഓടിപ്പോകുന്നു. അതിന്റെ പുറകെ, കുഞ്ഞുങ്ങളെ പുറകെ ഈ മാതാപിതാക്കൾ ഓടുകയാണ്. അവരെന്നോട് പറഞ്ഞു, സഹോദര, ഞങ്ങൾക്കിതിൽ പരാതിയില്ല. ഒരു പൊതു പ്രോഗ്രാമിനും ഇവർക്ക് പോകാൻ പറ്റുകയില്ല. ബന്ധുമിത്രങ്ങളെ വീട്ടിൽ ഒരു വിവാഹം നടന്നാൽ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായാൽ, ഒരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായാൽ, ഒന്നിനും ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഇവരുടെ ജീവിതം ഈ വീടിൻ്റെ അകത്താണ്. ഹൈപ്പർ ആയിട്ടുള്ള ഈ 3 കുഞ്ഞുങ്ങളെയും നോക്കി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയായി ഈ മാതാപിതാക്കൾ ജീവിക്കുക. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിതിൽ പരാതിയില്ല സഹോദര, കാരണം കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എന്നിട്ട് ആ കുടുംബനാഥൻ 42 വയസ്സുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങള് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത്. ഞാൻ തനി ലൗകികനായി ജഡികതയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. കർത്താവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് ഓരോ ദിവസവും എൻ്റെ കർത്താവ്, എന്നെ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളെ വിശ്വാസത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുക. സഹോദര, ഈ കുഞ്ഞുങ്ങള് ഞങ്ങൾക്ക് വലിയ കർത്താവിൻ്റെ ദാനങ്ങളാണ്. അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചിന്തിച്ചു, എൻ്റെ പൊന്ന് കർത്താവേ, ഈ മാതാപിതാക്കളുടെ മുൻപിൽ എൻ്റെ വിശ്വാസം എന്താണ്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ആ മാതാപിതാക്കള് ഒരെന്തുമാത്രം വിശ്വാസത്തിൽ ബലമുള്ളവരാണ്. നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ കൂടുതൽ ദൃഢതയുള്ളവരാക്കുവാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചില പരിശോധനകൾ ഉണ്ടാകും. ആരും അസ്വസ്ഥരാകരുത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങള്
വിവിധങ്ങളായ തകർച്ചകളിലൂടെ, ദുരിതങ്ങളിലൂടെ, ആരോട് പോലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ചില ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നതായി കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നീ നിരാശപ്പെടരുത്. ഈ കൊടുങ്കാറ്റുകള്, ഈ തകർച്ചയുടെ തിരമാലകള് കർത്താവ് അറിയാതെയല്ല നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. അവിടെ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്. നിർബന്ധിച്ച് ശിഷ്യന്മാരെ ആ വഞ്ചിയിലോട്ട് കർത്താവ് കയറ്റി. ശിഷ്യന്മാർക്ക് ഒരിക്കലും ഈ വഞ്ചിയിൽ കയറാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ കർത്താവ് നിർബന്ധിച്ച് അവരെ വഞ്ചിയിലോട്ട് കയറ്റുകയാണ്. അല്പം കഴിഞ്ഞു, കരയിൽ നിന്ന് ഏറെ ദൂരം വഞ്ചി അകന്നു കഴിഞ്ഞു. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് വഞ്ചി ആടി ഉലയുകയാണ്. ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നീ എങ്ങോട്ടാ വിട്ടത്? കർത്താവ് അവരെങ്ങോട്ടാ വിട്ടത്? കൊടുങ്കാറ്റിന്റെ മധ്യത്തിലേക്കാണ്, കൊടുങ്കാറ്റിലേക്കാ വിട്ടത്. എന്തിനാ കർത്താവ് ഇത് അനുവദിച്ചത്? കാരണം കൊടുങ്കാറ്റ് ഉണ്ടായാൽ മാത്രമാണ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കർത്താവിൻ്റെ ശക്തി നമ്മളെല്ലാം തിരിച്ചറിയുന്നത്. ഇതിലൂടെ എല്ലാം നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ദൃഢപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപ് എനിക്കതെൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 1 മാസം മുൻപ്, ജസ്റ്റ് 1 മാസം മുൻപ്, ഒരു 3-4 ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് മാനസികമായി ക്ലേശിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മാനസികമായ പീഡയിലൂടെ ഞാൻ കടന്നുപോയി. ഒരുപാട് ദുഃഖം എൻ്റെ ഹൃദയത്തിനുണ്ടായി. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്താണ് ഈ ഇത്രമാത്രം ഒരു മാനസിക പീഡ? എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല കർത്താവേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഒരുപാട് വേദനയിലാണ്. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മൃദുവായ ശബ്ദം ഞാൻ കേട്ടു. കർത്താവ് വിളിച്ചു, എൻ്റെ മകനെ, നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്? നീ അനുഭവിക്കുന്ന ഈ മാനസിക പീഡ ഞാൻ അറിയാതെയാണോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ഞാനിതെല്ലാം അറിയുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ വിശ്വാസത്തെ പണിയുകയാണ്, ഞാൻ നിന്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയാണ്. പെട്ടെന്ന് കർത്താവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വരുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ആത്മാവിൽ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. 3-4 ദിവസങ്ങളായി പ്രാർത്ഥിക്കും, ഒരു അനുഭവമില്ലാതെ വല്ലാത്തൊരു വരൾച്ചയുടെ അനുഭവത്തിലായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് മാറ്റപ്പെടുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന് മുമ്പിൽ സറണ്ടറായി ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കർത്താവേ, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പലപ്പോഴും ഇങ്ങനെയുള്ള ചില പീഡകളും പോരാട്ടങ്ങളൊക്കെ കർത്താവ് അനുവദിക്കുന്നത് നമ്മുടെ നിസ്സാരതയെ നമുക്ക് കാണിച്ചു തരാനാണ്. നമ്മളൊക്കെ ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിൻ്റെ നടുവിലും നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മളെ കരുതുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. പ്രിയ സഹോദര സഹോദരി, കുടുംബത്തെക്കുറിച്ചുള്ള, മക്കളെക്കുറിച്ചുള്ള, ജോലിയെക്കുറിച്ചുള്ള, സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചുള്ള, നിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എന്തുമാവട്ടെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് തന്നെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയത്ത് പാടി പ്രാർത്ഥിച്ച ആ യേശു മതി, യേശു മതി, ആ വരികൾ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുക. അനേകം ബന്ധനത്തിൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ തകർച്ചകളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ, പരാജയങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയം. നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പോരാ ചങ്ക് പൊട്ടി ഹൃദയം തുറന്ന് സ്വരമുയർത്തി പറ, കർത്താവേ,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരങ്ങൾ കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഈ വരികൾ അഭിഷേക നിറവോടെ പാടി പ്രാർത്ഥിക്കുന്നു. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുവേ, ഞങ്ങളെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ ഭാരങ്ങള്, ദുഃഖങ്ങള്, വേദനകള്, തളർച്ചകള്, ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണമോ വേദനയോ തകർച്ചയോ ദുഃഖമോ എന്തുമാവട്ടെ, ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒട്ടും അസ്വസ്ഥപ്പെടാതെ നമ്മുടെ കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. നമ്മൾ മുറകെ ഇറുക്കി പിടിക്കണം. നമുക്ക് വേണ്ട എനർജി, നമുക്ക് വേണ്ട പവർ കർത്താവ് തരും. ഈ ഒരു തിരിച്ചറിവോടെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച് കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ ലോകത്തിൽ അവിടുത്തെ അത്ഭുത സാക്ഷികളായി നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിൽ ഏറെ വിശ്വാസത്തോടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. ഹൃദയനുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലൂടെ യേശു ഉലാത്തുന്ന സമയം. അത്ഭുത രോഗശാന്തികള്, അത്ഭുത വിടുതലുകള്, അത്ഭുത കൃപാവരങ്ങള് പതിനായിരങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയമാണ്. വിശ്വാസത്തോടെ യേശു നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യവിശ്വാസത്തിന് വിരുദ്ധമായി ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക. അന്ധവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, അവിശ്വാസത്തിന്റെ, അല്പവിശ്വാസത്തിന്റെ സകല കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയം. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി സ്വരമുയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിറയട്ടെ, കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കുന്ന സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ മഹത്വം പതിനായിരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുന്ന സ്നേഹത്തിനായി, അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് പർവ്വതങ്ങളെ സമതലമാക്കുന്ന കർത്താവ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ